ഹലോ, എല്ലാവർക്കും സ്യൂബിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുർത്തിയിൽ അല്ലെങ്കിൽ ചുരിദാറിൽ എങ്ങനെ ഇൻവിസിബിൾ സിബ് തയ്ച്ചു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻവിസിബിൾ സിബാണ്. ഇപ്പോൾ ചെറിയ സിബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ സിബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ സിബ് നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. നോർമൽ സിബിന് ഇതിൻ്റെ ടീത്ത് പോർഷൻ മുകളിലായിട്ടായിരിക്കും, ഇൻവിസിബിൾ സിബിന് അത് താഴോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇൻവിസിബിൾ സിബാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നമ്മളെ ചുരിദാർ കട്ട് ചെയ്ത് അതിനെ നെക്ക് പോർഷനും ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, ലൈനിങ് കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പീസ് ഓഫ് ക്യാൻവാസ് ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ക്യാൻവാസ് ഒരു 10 ഇഞ്ച് ലെങ്ത്തും ഒരു 3 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസാണ്. ഈ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ ഒരു പീസ് ക്ലോത്ത് കൂടെ വേണം. അതിൻ്റെ നീളം എന്താണെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് വീതിയും ഒരു 12 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ക്യാൻവാസ് ഇതൊന്ന് ഇതിൽ ഒട്ടിച്ചെടുക്കണം. ഒന്ന് അയൺ ചെയ്ത് നന്നായി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ പീസ് നമുക്കൊരു 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിന് ശേഷം ഈ 4 ഇഞ്ച് വീതി വിട്ടിട്ടുള്ള ഈ പീസ് നമുക്ക് ഈ ക്യാൻവാസിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ കേസ് ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിൽ ക്യാൻവാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് എടുക്കേണ്ട. പകരം ഇതുപോലൊരു ക്ലോത്ത് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. ക്യാൻവാസ് ഇല്ല എന്നുള്ളതുകൊണ്ട് അത് വിഷയമാക്കണ്ട. പിന്നെ ക്യാൻവാസ് ഉണ്ടായതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും കൂടി അത് നന്നായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്യാൻവാസ് ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ഈക്വലായിട്ട് മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കിട്ടും. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടും. ഇനി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇനി നമ്മളെ സ്കെയിലിൽ ഒരു 0.5 നമുക്ക് ഈ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും 0.5 നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും മതി നമുക്ക് സിബ് തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സ്ട്രാ ഒന്നും നമ്മളെ ചുരിദാറിൽ ലൂസ് വിടുന്നില്ലല്ലോ സിബ് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു മെഷർമെൻറ്റിൽ ചെയ്താൽ മതി. 0.5 ആണ് ഞാൻ മെഷർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സിബിൽ നമുക്ക് എത്രയാണ് സിബ് വെക്കേണ്ട പോർഷനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 7 ഇഞ്ച് എടുക്കുന്നത് ഈ സിബിൻ്റെ ഈ ഒരു സ്റ്റോപ്പർ പോർഷൻ ഉണ്ട്, ആ പോർഷനിൽ നിന്ന് മെഷർ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള മുകളിലുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്ത് പോകും. അപ്പം 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ 7 ഇഞ്ച് നമ്മളെ ക്യാൻവാസിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഈ 7 ഇഞ്ചിന് തൊട്ട് താഴെയായിട്ട് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി വരച്ചിട്ടുള്ള ഡോട്ട്സ് ഒന്ന് നമുക്കൊരു ലൈനാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ 7 ഇഞ്ച് വരെയാണ് ഞാൻ സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുക്കുന്നത്. 7 ഇഞ്ചിന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 1 ഇഞ്ചിലേക്ക് നമ്മൾ വി ഷേപ്പിലാണ് ഇത് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മുടെ മാർക്കിംഗ് ഒക്കെ. നമ്മുടെ ചുരിദാർ ഇവിടെ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചിട്ടുള്ള ക്യാൻവാസിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാൻവാസിലെ സെൻറ്റർ ലൈനും നമ്മളെ ചുരിദാറിലെ സെൻറ്റർ ലൈനും ഒരുമിച്ച് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുപോലെ പിന്നെ ഉപയോഗിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ സെൻട്രൽ ലൈനിലൂടെ അല്ല, അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ലൈനിലൂടെ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തയ്ച്ചിട്ടുള്ള അടിയിൽ കട്ട് വരാതെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വരെ താഴത്തെ നമ്മൾ പോയിന്റിൽ
ചെയ്തിട്ടുള്ള പോയിന്റ് വരെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പീസ് ക്ലോത്തിനെ നമുക്ക് ഉൾവശത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് വരിക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. സിബ് വെക്കുമ്പോൾ ഇതുപോലെ ഉൾവശത്തേക്ക് ആക്കിയിട്ടാണ് വെക്കുക. കാരണം നമ്മൾ ഇൻവിസിബിൾ സിബ് എന്ന് പറയുന്നത്, കാരണം നമ്മളത് പുറത്തേക്ക് കാണൂല. ഇനി നമുക്ക് ചുരിദാർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിലാണ്. അപ്പം സിബ് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. സിബ് ഓപ്പൺ ആക്കിയിട്ട് സിബിൻ്റെ ടീത്തിൻ്റെ പൊസിഷന് മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം സിബിൻ്റെ സ്റ്റോപ്പർ പോർഷന് നെക്കിനോട് ചേർത്തിട്ടാണ് വെക്കുക. ഇനി നിങ്ങൾ നെക്ക് തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ വെച്ചാലും മതി. ഞാനിപ്പോൾ നെക്ക് തയ്ച്ചത് കൊണ്ടാണ് സ്റ്റോപ്പർ പോർഷൻ നെക്കിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇനി പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ചിട്ടുള്ള ആ സ്റ്റിച്ച് ഗേറ്റ് ലൈൻ ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിനോട് ഇപ്പുറത്തേക്ക്, ആ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തേക്ക് സിബ് വെക്കാൻ പാടില്ല. ഈ പീസിൽ വെച്ചിട്ട് ഈ ക്യാൻവാസിൻ്റെ പീസിൽ മാത്രം നമ്മൾ പിൻ ചെയ്യാൻ പാടുള്ളൂ. ചുരിദാറിൽ കൂട്ടി പിൻ ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം. സിബ് തയ്ക്കുമ്പോൾ നമ്മളുടെ ടീത്തിൻ്റെ പൊസിഷൻ ഒന്ന് തള്ളിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മൾ നേരത്തെ അടിച്ച അടിയുടെ അപ്പുറത്തേക്ക് പോവരുത്. ഈ സൈഡിൽ തന്നെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. നമ്മൾ എവിടെ വരെയാണ് മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്, അത് 7 ഇഞ്ചിലാണ് നമ്മൾ മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്, ആ മാർക്കിംഗ് വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ മെഷീനിൽ നമ്മൾ സിബ്ബർ ഫൂട്ട് അല്ലെങ്കിൽ പൈപ്പിംഗ് ഫൂട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാർക്കിംഗ് ചെയ്തിട്ടുള്ള പോർഷനിൽ വേണം നമ്മൾ രണ്ടാമത്തത് ചെയ്യുമ്പോൾ തയ്ച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള എക്സ്ട്രാ പോർഷനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് നമ്മൾ തയ്ച്ചതൊക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ തയ്ച്ചപ്പോൾ 1 ഇഞ്ച് ഏറെ വിട്ടിരുന്നു. 1 ഇഞ്ച് ഏറെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നു. ചുരിദാറിൻ്റെ സിബിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തിരുന്നത് 7 ഇഞ്ചായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, കാരണം നമ്മളെ മാർക്കിങ് ഒന്ന് ചെറുതായിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ചിൽ ഒന്നും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഓക്കെ, 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 7 ഇഞ്ച് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ചുരിദാറിൽ കട്ട് ചെയ്ത സമയത്ത് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്തിരുന്നു, ഒരു വി ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ പോർഷൻ ഒന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കണം.
ആദ്യം ഞാൻ ഇവിടെയുള്ള നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ തയ്ച്ചിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ ചെറുതായിട്ടൊന്ന് ഒരു വി ഷേപ്പിൽ താഴെ വരെ ഒന്ന് തയ്ച്ച് കൊടുക്കണം. ചെറിയ ഇതിലെടുത്താൽ മതി, അധികം കൂട്ടി തയ്ക്കരുത്. അങ്ങനെ കൂട്ടി തയ്ക്കുമ്പോൾ അവിടെ ആകെ വൃത്തികേടായിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് ഒരു 1/4 ഇഞ്ചോളം മതി. മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് തുടങ്ങിയിട്ട് ഒരു വി ഷേപ്പിൽ താഴെ വരെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചുരിദാർ മടക്കിയിട്ട് വെക്കുക. ഷോൾഡറും റിഗാളിൻ്റെ പോർഷനൊക്കെ നന്നായി വൃത്തിയായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ. ഉള്ളിലൊന്നും മടങ്ങി കിടക്കരുത് തുണി. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്